ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു ഹോക്കിഷ് ആയിട്ടുള്ള കടുത്ത നിലപാടുകളും അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ഡേ വെള്ളിയാഴ്ച IT സെക്ടർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച തകർച്ചയും ഇതൊക്കെ ഉണ്ടായിട്ടും ആഴ്ചയുടെ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് നേട്ടത്തോടെ തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കാരണം നിഫ്റ്റി 50 കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 23,984 എന്നുള്ള ഒരു ലെവലിൽ നിന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ട് വ്യാഴാഴ്ച അത് 24,189 എന്നുള്ള ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന ലെവലിൽ എത്തിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഈ IT സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ആ ഒരു തകർച്ചയെ തുടർന്ന് 24,013 ക്ലോസ് ചെയ്തത്. എങ്കിലും അവിടെ 1.6% ഒരു പോസിറ്റീവായിട്ടുള്ള നേട്ടമാണ് കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ നിഫ്റ്റി 50 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ IT ജയൻ്റ് ആയിട്ടുള്ള ആക്സെഞ്ചർ തങ്ങളുടെ വരുമാനത്തിൻ്റെ ആ ഒരു ഫോർകാസ്റ്റ് അത് കുറച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ വമ്പിച്ച സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇൻഫോസിസും TCSും ഒക്കെ വമ്പിച്ച തകർച്ചയാണ് നേരിട്ടത്. അപ്പോൾ IT സെക്ടറിൽ നിന്നും ഒരു റൊട്ടേഷൻ നടന്നതായിട്ട് കാണാം. കൂടുതലായിട്ട് ഫാർമ, ഹെൽത്ത് കെയർ, ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെയാണ് കൂടുതൽ ബൈങ് നടന്നത്. അതാണ് നമ്മുടെ മാർക്കറ്റിനെ കുറേയൊക്കെ പിടിച്ചു നിർത്തിയത്. കൂടാതെ ഇന്ത്യ വിക്സ് അത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിയിരുന്നു. 12-13 റേഞ്ചിലൊക്കെയാണ് അതിപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ബ്രോഡ് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 1.65% നേട്ടമാണ് ഉണ്ടാക്കിയെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യും മിഡ് ക്യാപ് 150യും സ്മോൾ ക്യാപ് 250യും മൈക്രോ ക്യാപ് 250യും ഒക്കെ 3 മുതൽ 4% വരെ വലിയ തോതിൽ നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതുപോലെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ IT സെക്ടർ മാത്രമാണ് കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ IT സെക്ടറിൻ്റെ ഈ ഒരു വീഴ്ച ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി തകർപ്പൻ പെർഫോമൻസ് നടത്തുമായിരുന്നു. അപ്പോൾ ഈ US-ഉം ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു MOU അത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള ആ ഓയിലിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വളരെ സ്മൂത്താക്കുകയും അതുകൊണ്ട് തന്നെ ബ്രണ്ട് ക്രൂഡ് 80-ൽ താഴെ പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപി കഴിഞ്ഞ ആഴ്ച കുറച്ച് സ്റ്റേബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 94.7 എന്ന ലെവലിലുണ്ടായിരുന്ന ഡോളറിനെതിരെയുള്ള രൂപയുടെ ആ ഒരു വാല്യൂ അതിപ്പോൾ നമ്മൾ 94.3 എന്ന റേഞ്ചിലേക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് നേടിയതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഡോളർ ഇൻഡെക്സ് ശക്തമായിട്ട് കൂടി ഈ രീതിയിൽ രൂപി നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത് കുറച്ചു കാലമായിട്ട് നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗോൾഡും സിൽവറും ഒരു കറക്ഷൻ നേരിടുന്നതായിട്ടാണ്. അപ്പോൾ അവിടെ 2 ഫാക്ടറുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് US ഫെഡറൽ റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ വൈകുമെന്ന സൂചന നൽകിയതും, അതായത് ഒരു ഹോക്കിഷ് സ്റ്റാൻസ് എടുത്തതും, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറേ കുറഞ്ഞുകൊണ്ട് യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മെല്ലെ മെല്ലെ സമാധാനത്തിലേക്ക് നീങ്ങുന്നതും ഇത് രണ്ടും ഗോൾഡിന് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ പഴയതുപോലെ ഗോൾഡ് വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്നില്ല എന്നുള്ളതും ഗോൾഡിൻ്റെ ഡിമാൻഡ് കുറച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊരു താൽക്കാലിക കറക്ഷനായിട്ടാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അതുപോലെ US ബോണ്ട് ഈൽഡും വലിയ മാറ്റങ്ങളില്ലാതെ ഒരു റേഞ്ച് ബോണ്ടായിട്ടാണ് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാസ്റ്റ് ഫ്രൈഡേ ഉള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള സെൽ ഓഫ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 4 ട്രേഡിംഗ് ഡേ മാത്രമേ ഉള്ളൂ. കാരണം ജൂൺ 26 വെള്ളിയാഴ്ച മുഹറം പ്രമാണിച്ചിട്ട് NSE BSE എക്സ്ചേഞ്ചുകൾക്ക് അവധിയായിരിക്കും. അപ്പോൾ ഈ ആഴ്ചയുടെ ആ ഒരു വീക്കെൻഡ് വളരെ ലോങ് ആയിരിക്കും, എക്സ്റ്റെൻഡഡ് വീക്കെൻഡ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിലൊക്കെ ലോങ് പൊസിഷൻ എടുക്കുന്നവർ വളരെ കോഷ്യസ് ആയിരിക്കും. അതിൻ്റേതായ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെക്ടർ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് IT സെക്ടറാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇൻഫോസിസും TCSും ഒക്കെ വമ്പിച്ച ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഇൻഫോസിസിൻ്റെയും TCSിൻ്റെയും ഇൻട്രിൻസിക് വാല്യൂ അതിൻ്റെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയുടെ ആ ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാൾ 15% മുതൽ 25% വരെ ഡിസ്കൗണ്ടിലാണ് യഥാർത്ഥത്തിൽ TCSും ഇൻഫോസിസും ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. TCSിൻ്റെ ഒക്കെ PE ഇപ്പോൾ 15 എന്ന ലെവലിലാണ്. അതിൻ്റെ 10-year മീഡിയം PE 25 ആയിരുന്നു. ഇൻഡസ്ട്രി PE ഇപ്പോൾ മൊത്തത്തിൽ IT സെക്ടറിൽ ഏകദേശം 19.8 എന്നുള്ള കംഫർട്ടബിൾ ലെവലാണ്. ഇൻഫോസിസിൻ്റെയും PE ഇപ്പോൾ 15 എന്നുള്ള ലെവലിലാണ്. അതിൻ്റെ 10 years മീഡിയം PE 22 എന്ന ലെവലിലായിരുന്നു. HCL ടെക്കും ഇതേപോലെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. വിപ്രോ വലിയ തോതിൽ ചീപ്പായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇപ്പോൾ ഇന്ത്യൻ IT സ്റ്റോക്കുകളുടെ ഈ ഒരു വാല്യുവേഷൻ ഇപ്പോൾ വളരെ ആകർഷകമാണെങ്കിലും FIAs അഗ്രസീവായിട്ട് IT സ്റ്റോക്കുകൾ ബൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു ശക്തമായ മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിൽ FIAസിൻ്റെ പോർട്ട്ഫോളിയോയിൽ IT സ്റ്റോക്കുകൾക്കുള്ള ആ ഒരു പ്രാധാന്യം ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവർ ലെവലാണ് ഇപ്പോൾ ഉള്ളത്. 7.3% ഒരു ലോ ലെവലിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ FIAs ഇപ്പോൾ ഒരു സെക്ടർ റൊട്ടേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ്, ടെലികോം തുടങ്ങിയ മേഖലയിലേക്കാണ് അവരുടെ സെക്ടർ റൊട്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ FIAs ഒരു ശക്തമായൊരു ബൈങ് നടത്തിയിരുന്നു. ആ ഒരു ബൈങ് നെക്സ്റ്റ് വീക്ക് അവർ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതൊരു പോസിറ്റീവായിരിക്കും. ഇപ്പോൾ FIAസിൻ്റെ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ IT സെക്ടറിലെ ഈ TCSും ഇൻഫോസിസും വളരെയധികം ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ US ഇറാൻ ഡീലൊക്കെ യാഥാർത്ഥ്യമാവുകയും അപ്പോൾ USലെ ഇൻഫ്ലേഷനൊക്കെ വരുതിയിലാവുകയും ക്രൂഡ് ഓയിലിൻ്റെ വില ഒക്കെ വലിയ തോതിൽ താഴോട്ടേക്ക് വരികയും IT സ്പെൻഡിങ് വർദ്ധിക്കുകയും ചെയ്താൽ ഏറ്റവും അധികം മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായിരിക്കും ഈ TCSും ഇൻഫോസിസും SLTechും ഒക്കെ. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ കുറച്ച് കാലം കൂടി നമ്മൾ കാത്തിരിക്കണമെന്നാണ് ഇപ്പോഴുള്ള USൻ്റെ ആ ഒരു പോളിസി മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സെക്ടേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ് ആ ഒരു മേഖലയാണ്. ഇപ്പോൾ ലാർസൻ ആൻഡ് ടൂബ്രോ, സീമെൻസ്, ABB ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലൈം ലൈറ്റിൽ വരികയാണ്. അതുപോലെ നിലവിൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന US ഇറാൻ ചർച്ചകൾ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ചുകൂടി താഴോട്ടേക്ക് പോകും. അപ്പോൾ അത്തരം സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫോക്കസ് ചെയ്യപ്പെടാൻ പോകുന്ന സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് പെയിൻറ്റ് സ്റ്റോക്കുകൾ, ടയർ സ്റ്റോക്കുകൾ, അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഫോക്കസിൽ വരുന്ന സ്റ്റോക്കുകളായിരിക്കും. കൂടാതെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ശക്തമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് HDFC ബാങ്ക് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ നിർണായകമാകും. കാരണം IT മേഖലയിൽ ഇനിയും തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തേണ്ടത് തീർച്ചയായിട്ടും ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ USഉം ഇറാനും തമ്മിൽ കഴിഞ്ഞ ആഴ്ച ഒപ്പിട്ടിട്ടുള്ള ആ ഒരു MOU, അതിൻ്റെ തുടർന്നുള്ള ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിൽ നടക്കാനിരിക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പോൾ അത് അതീവ സുരക്ഷാ മുൻകരുതലോടെ ഔദ്യോഗികമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള ആ ഒരു സംഘർഷം കാരണമാണ് ഈ ചർച്ചകൾ മാറ്റിവെക്കപ്പെട്ടത്. ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസും ട്രംപിൻ്റെ സ്പെഷ്യൽ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ജാരഡ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെയാണ് US സംഘത്തിലെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബഗാർ ഗാലിബാഫ്, അതുപോലെ അവരുടെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള അബ്ബാസ് അരാഗ്ചി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇറാൻ സംഘം എത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഇവരുടെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷാബാസ് ഷെരീഫും അവരുടെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറും അതുപോലെ ഖത്തർ പ്രൈം മിനിസ്റ്ററും ഒക്കെ സ്വിറ്റ്സർലാൻഡിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ച പ്ലാൻ ചെയ്തത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ലെബനോനിൽ ഉണ്ടായിട്ടുള്ള ഈ ഇസ്രായേൽ ഹിസ്ബുള്ള തർക്കം കാരണം ഈ ചർച്ചയിലെ പ്രധാന വിഷയമായിട്ട്, അതായത് അതിൻ്റെ ഓപ്പണിംഗ് സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിൻ്റെയും ലെബനോൻ്റെ അക്രമം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളായിരിക്കും. അവിടെ ഇറാൻ വളരെ കർശനമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം അവർ ഈ ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് ഹോർമസ് സ്ട്രെയിറ്റ് ടെമ്പററി ആയിട്ട് അടച്ചിട്ടിരുന്നു. എന്നാൽ US സെൻട്രൽ കമാൻഡൻറ്റ് പറയുന്നത് ഇപ്പോൾ അവിടെ തടസ്സമില്ലെന്നും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ഷിപ്പ് മൂവ്മെൻറ്റ് തടസ്സമില്ലാതെ തുടരുമെന്നുമാണ്. അപ്പോൾ ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ 60 ദിവസത്തിനുള്ളിൽ സ്ഥിരമായിട്ടുള്ള ഒരു കരാറിൽ എത്തിയിട്ടില്ലെങ്കിൽ ഹോർമസ് സ്ട്രെയിറ്റിൽ ഷിപ്പുകളുടെ ടോളിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ്. ഏതായാലും ഒരു താൽക്കാലികമായിട്ടുള്ള ആ ഒരു MOU ഒപ്പിട്ടതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 100-ൽ നിന്നും താഴോട്ടേക്ക് വന്നിരുന്നു. ഇപ്പോൾ 80 എന്നുള്ള റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിൽ അടുത്ത 2-3 ദിവസങ്ങളിൽ നടക്കുന്ന ആ ഒരു ചർച്ചകളുടെ ഗതി അത് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 80-ൽ താഴെ നിൽക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കുന്ന നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 0.77 എന്ന ലെവലിലാണ്. അതുപോലെ മാക്സ് പെയിൻ 24,000 എന്നുള്ള ആ ഒരു സ്ട്രൈക്ക് പ്രൈസിലാണ്. ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നത് 24,200-ലും പുട്ട് സൈഡിൽ 23,900-ലുമാണ് ആ ഡിമാൻഡ് കൂടുതലായിട്ട് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുട്ട് കോൾ റേഷ്യോ 0.77 എന്ന നിലയിൽ അവർ ബിയറിഷ് ലെവലിലേക്ക് വരാനുള്ള കാരണം ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള IT സെൽ ഓഫ് ആണ്. അപ്പോൾ ഈ US മാർക്കറ്റിൽ ഒരു IT റിക്കവറി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊസിഷൻസ് മാറിയേക്കാം. അപ്പോൾ ഈ എക്സ്പയറി ഡേയിൽ 24,000-ന് ചുറ്റിപ്പറ്റിയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമങ്ങൾ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്.
ഈ RSI ഇപ്പോൾ സൂചിപ്പിക്കുന്ന 57 എന്ന ലെവലാണ്. അതായത് ഓവർ ബോട്ട് സോണിലേക്ക് പോയിട്ടില്ല, ഒരു ന്യൂട്രൽ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സെൽ ഓഫ് നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുമില്ല. അതുപോലെ ഷോർട്ട് ടേം മൂവിങ് ആവറേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 20-ഡേ മൂവിങ് ആവറേജിൻ്റെയും 50-ഡേ മൂവിങ് ആവറേജിൻ്റെയും മുകളിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ വലിയൊരു അപ്സൈഡ് മൂവോ അല്ലെങ്കിൽ വലിയൊരു ഡൗൺ സൈഡ് മൂവോ ഇല്ലാതെ 23,900, 24,200 എന്നുള്ള ലെവലിൽ ഒരു കൺസോളിഡേഷൻ മോഡിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ 23,900 ലെവലിന് താഴോട്ടേക്ക് അഥവാ നിഫ്റ്റി പോവുകയാണെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഒരു ബൈ ഓൺ ഡിപ്സ് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.